അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി പായസമാണ്. അപ്പോൾ ഇതുവരെ അങ്ങനെ അധികമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്ലാവിൻ്റെ ഇലയും പിന്നെ ചക്കക്കുരും വെച്ചുള്ള ഒരു പായസമാണ്. നമ്മളിത് തേങ്ങാപ്പാലും ശർക്കര ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ചക്കക്കുരു മേലത്തെ തൊലി കളഞ്ഞിട്ട് വേവിച്ച് വെച്ചിട്ടാണ്, നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് നല്ല തളിര് ഇലയാണ് വേണ്ടത്. നല്ല മൂത്ത ഇല പറ്റില്ല, തളിര് ഇല വേണം. അതൊരു 10 തളിര് ഇലകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഇലകളാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 8 അച്ചോളം ശർക്കര എടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ പ്ലാവിൻ്റെ ഇല നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് നമ്മൾ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. നമുക്ക് ശർക്കര ആദ്യം ഒന്ന് ഉരുക്കാൻ വെക്കാം. അപ്പോൾ ഒരു 8 അച്ചോളം ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മളിത് ഉരുക്കാൻ വെക്കുകയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ പ്ലാവിൻ്റെ ഇല ചെറുതായി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ കാനേ പാടുള്ളൂ. നമുക്ക് അടുത്ത ഇലയിൽ അതായിരുന്നു. അപ്പോൾ നമ്മളെ പ്ലാവിൻ്റെ ഇല നല്ല ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ വറുത്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് 2 തേങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 തേങ്ങയുടെ പാലെടുക്കാം. നമുക്ക് ഇത്ര തേങ്ങാക്കൊത്ത് മതി. തേങ്ങാക്കൊത്ത് കുറച്ച് മതി. പിന്നെ നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇത്ര തേങ്ങാക്കൊത്ത് മതി. നമുക്കിതൊന്ന് ചെറുതാക്കി അരിഞ്ഞു. നമ്മൾ തേങ്ങാക്കൊത്ത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 2ാം പാലാണ്. 1ാം പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. നമ്മളെ പ്ലാവിൻ്റെ ഇല ചെറുതാക്കി അരിഞ്ഞതാണിത്, എടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചക്കക്കുരു വേവിച്ച് വെച്ചതാണ്, അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഇതാ ശർക്കര പാനി എടുത്തിട്ടുണ്ട്. ഒരു 8 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാനി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മളെ ചക്കക്കുരു വേവിച്ചത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ 2ാം പാലിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ പ്ലാവിൻ്റെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പ്ലാവിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരുവിൻ്റെ അരപ്പ് പിടിച്ച് ഒഴിച്ച് കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോണത് നമ്മൾ ശർക്കരപ്പാനിയാണ്. ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെല്ലായിടത്തും മിക്സ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട് ശർക്കര. ഇനി ഇതൊന്ന് തിളക്കണം. തിളച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കാൻ പോണത്. നമുക്കിതൊന്ന് തിളക്കാം.
അപ്പോൾ അതാ നമ്മുടെ ശർക്കരപ്പാനി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഒന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് നമ്മളെ രണ്ടാം പാലാണ് നമ്മൾ ഒഴിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചെടുക്കാം. 2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ രണ്ടാം പാൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നല്ല ചൂടായി തിളക്കാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റ് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി പായസമാണ്. ചക്കക്കുരുവിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഇല ചേർക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷേ സംഭവം ഉഷാറായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ചെടുക്കാം. നമുക്ക് നമ്മൾ 1-ാം പാൽ ഒഴിച്ചെടുക്കുകയാണ്. നമ്മുടെ ലൈറ്റ് ഒന്ന് ഓഫായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മൾ അതിൽ കുറച്ച് തേങ്ങയുടെ ഫസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ച കാരണം അതിൽ നമ്മൾ കുറച്ച് നെയ്യ് ഉപയോഗിക്കുന്നുള്ളൂ. നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ടെടുക്കുകയാണ്. നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മൂത്ത് വരണം. നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് കൊടുക്കുകയാണ്. മിക്സ് കൊടുക്കുക. നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. നല്ല അടിപൊളി പായസമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഒക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. നമുക്ക് നമ്മളെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും എല്ലാതും കൂടെ നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോണത് ചുക്കും ഏലക്കായും പിന്നെ ചെറിയ ജീരകം പാടെ കുറച്ച് ചെറിയ ജീരകം മതി മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ചെടുത്തതാണിത്. പിന്നെ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പായസം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ്. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്ലാവിൻ്റെ ഇല ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.